മണിപ്പൂരിൽ വീണ്ടും സംഘർഷം എന്ന വാർത്ത വരുന്നു. കുക്കി തെങ്കുൽ നാഗ വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഉഖ്രുലിൽ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾ 5 ദിവസത്തേക്ക് റദ്ദാക്കിയിരിക്കുകയുമാണ്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, മണിപ്പൂരിൽ വീണ്ടും അശാന്തമാകുന്നു എന്ന വാർത്ത അത് വന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു. അതിനൊരു കുറവുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് ഈ സംഘർഷം ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നാണോ? പ്രജനി, സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ സംഘർഷബാധിത മേഖലകളിലൊക്കെ തന്നെ മണിപ്പൂർ ഉപമുഖ്യമന്ത്രി എത്തുകയും ലോസി ഗോസ്തി അദ്ദേഹം അവിടെ എത്തി ഈ ഇരുവിഭാഗം നേതാക്കളുമൊക്കെയായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അതേ മേഖലയിൽ മണിപ്പൂരിലെ ഉഖ്രൂലിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തെ തുടർന്ന് 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ആ മേഖലയിൽ ഇപ്പോഴും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം വീടുകൾക്ക് ഈ സംഘർഷത്തെ തുടർന്ന് അക്രമികൾ തീയിട്ട് നശിപ്പിച്ചെന്ന വിവരം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ വെടിവെപ്പുണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ ഈ ഉഖ്രൂലിൽ നിന്ന് ഈ സംഘർഷമുണ്ടായതിനെ തുടർന്ന് നിരവധി ആളുകൾ ഈ സമീപമുള്ള കാങ്പോപ്പി പോലുള്ള ജില്ലകളിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ മാറിയെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്. പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഈ ഉഖ്രൂലിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് ഈ സമാധാനത്തിനാണ് പ്രാധാന്യമെന്നും സമാധാനം കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഉപമുഖ്യമന്ത്രി അദ്ദേഹം അവിടെ എത്തി ഈ ഇരു വിഭാഗം ഗോത്ര നേതാക്കളും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ച ഫലപ്രദമാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ഈ ഉഖ്രൂൽ മേഖലയിൽ ഇരു വിഭാഗങ്ങൾ ഈ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായത്. ഇന്ന് ഇപ്പോഴും അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.